മഴ ശമിച്ചെങ്കിലും സംസ്ഥാനത്ത് കെടുതി രൂക്ഷം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മഴയും ഉരുൾപൊട്ടലും സൃഷ്ടിച്ച പ്രളയക്കെടുതിയിൽ വിറങ്ങലിച്ച കേരളം. മധ്യ തെക്കൻ കേരളത്തിലാണ് പെരുമഴ ഏറ്റവും വലിയ വിനാശം വിതച്ചത്. ദുരന്തത്തിൽ ഇതുവരെ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 7 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയുടെയും പ്രാദേശികവാസികളുടെയും നേതൃത്വത്തിൽ മേഖലകളിൽ രക്ഷാപ്രവർത്തനം ശക്തമായി പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം മേഖലകളിലാണ് പ്രകൃതി ദുരന്തം രൂക്ഷമായി ബാധിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ട പ്രാദേശിക മേഘവിസ്ഫോടന സമാനമായ തീവ്ര മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ വിതച്ച ദുരിതപ്പെയ്ത്തിൽ ജനങ്ങൾ വലയുമ്പോൾ ജനപ്രതിനിധികൾ കാട്ടേണ്ട അടിയന്തര ഉത്തരവാദിത്വം മറന്ന് സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി VD സതീശന്റെ നടപടി വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട അടിയന്തര സാഹചര്യത്തിൽ ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാനോ രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്താനോ തയ്യാറാകാതെ വിരുന്നു സൽക്കാരത്തിന് സമയം കണ്ടെത്തിയത് തികച്ചും അപലപനീയമാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന പ്രധാന വിമർശനം. വേങ്ങരയിൽ യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ തങ്ങളുടെ വസതിയിൽ സംഘടിപ്പിച്ച ആഡംബര വിരുന്നിലാണ് സതീശൻ പങ്കെടുത്തത്. പൂനെയിൽ മലയാളി കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. പിംപ്രി നഗറിലാണ് സംഭവം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശികളായ PS വിനോദ്, ഭാര്യ സിൽജ പിള്ള, മകൾ പൂർണിമ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട്. ഇവരുടെ സംസ്കാരം പൂനെയിൽ നടക്കും. സംസ്ഥാനത്ത് മഴ കനത്തു തന്നെ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉൾപ്പെടെ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. നിരവധി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനേർ അതിർത്തിയിൽ സുരക്ഷാ സേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുകളും മാരകായുധങ്ങളും പിടിച്ചെടുത്തു. 50 കോടി രൂപ വില വരുന്ന 10 കിലോ ഹെറോയിൻ, 11 ഓട്ടോമാറ്റിക് തോക്കുകൾ, 100 റൗണ്ട് വെടിയുണ്ടകൾ എന്നിവയാണ് അധികൃതർ പിടിച്ചെടുത്തത്. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റാന്നിയിൽ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതുമൂലം വ്യാപാരികൾക്ക് കടകളിലെ സാധനങ്ങൾ സുരക്ഷിതമാക്കാനുള്ള സമയം ലഭിച്ചില്ല. അവർക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി ആരോപിച്ചു. ദുരന്ത നിവാരണത്തിലെ അനാസ്ഥയും ഏകോപനക്കുറവും അംഗീകരിക്കാനാകില്ലെന്നും കാണാതായവരെ കണ്ടെത്തുന്നതിന് തിരച്ചിൽ ഊർജിതമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് പ്രതിവർഷം 18 കോടി രൂപ ചോർത്തപ്പെടുന്നതായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് 1400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായും അദ്ദേഹം ആരോപിച്ചു. MNSന്റെ വിദ്യാർത്ഥി വിഭാഗം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ സംസ്ഥാനമായ വാഷിംഗ്ടണിൽ കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ഗവർണർ ബോബ് ഫെർഗൂസൺ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2.5 ലക്ഷത്തിലേറെ ഏക്കർ ഭൂമിയാണ് നിലവിൽ കത്തിയമർന്നത്. ഇതോടെ ഈ വേനൽക്കാലത്തു മാത്രം വാഷിംഗ്ടണിൽ കാട്ടുതീ വിഴുങ്ങിയ പ്രദേശം 4.5 ലക്ഷം ഏക്കറായി ഉയർന്നു. പ്രധാന നഗരമായ സ്പോക്കെയിനിൽ കാട്ടുതീ പടർന്നതോടെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിച്ചു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ പ്രമുഖ റെസ്റ്റോറന്റിന് മുന്നിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 21 പേർക്ക് പരിക്കേറ്റു. കുദ്രിൻസ്കയ സ്ക്വയറിലുള്ള ബാൾസി റോസി എന്ന റെസ്റ്റോറന്റിലാണ് സംഭവം. ചാവേറെന്ന് സംശയിക്കുന്ന സ്ത്രീ, ഇവരെ തടഞ്ഞ സുരക്ഷാ ജീവനക്കാരൻ, ഒരു റെസ്റ്റോറന്റ് ഉപഭോക്താവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പൊള്ളാച്ചി പഴനി ദേശീയപാതയിലെ നല്ലമ്പള്ളി ജംഗ്ഷനു സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കോയമ്പത്തൂർ സ്വദേശികളായ കനകരാജ്, ഭാര്യ നർമ്മദ, പെൺമക്കളായ ആരതി, പുരാനി എന്നിവരാണ് മരിച്ചത്. ഇവരെ കൂടാതെ കാർ ഡ്രൈവറും അപകടത്തിൽ മരിച്ചു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.